ക്രിസ്തുവിലെല്ലാ പ്രിയപ്പെട്ടവരെയും ഈ വൈകിയ സമയത്ത് വന്ദനം ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷം. പ്രത്യേകിച്ച് അംബാസഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ് എന്ന ഈ അനുഗ്രഹീതമായ ഫേസ്ബുക്ക് പേജിലൂടെ ദൈവവചനം സംബന്ധിച്ചുള്ള ആധികാരികമായ ധ്യാനത്തിലേക്ക് ഇങ്ങനെയൊരു അവസരം സർവകൃപാലുവായ ദൈവം നൽകി തന്നതോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരുപാട് പ്രതിസന്ധികളിലൂടെ നമ്മുടെ നാട്, നമ്മുടെ രാജ്യമൊക്കെ എന്തിന് ലോകം മുഴുവൻ കടന്നു പോകുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ളൊരു സാധ്യതകൾ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി തന്നിട്ടുള്ളത് എന്ന് ഓർക്കുമ്പോൾ ഒരുപാട് സന്തോഷം. നമുക്കറിയാം, COVID-19 എന്ന മാരകമായ പ്രതിസന്ധി നമ്മുടെ നാടിനെ മുഴുവൻ ഒരു വല്ലാത്ത സ്ഥിതി വിശേഷത്തിലേക്ക് നയിച്ചിരിക്കുകയാണ്. നമ്മുടെ ആരാധനകൾ അടക്കം ഒരു വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് കടന്നു പോകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലും വളരെ പെട്ടെന്ന് തന്നെ ആത്മസംയമനം ഉൾക്കൊണ്ട് സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് ഇത്തരത്തിലുള്ള നിരവധി പേജുകളിലൂടെ ഫേസ്ബുക്ക് അടക്കം, വാട്സപ്പ് അടക്കം, സൂം പോലെയുള്ള ധാരാളം പേജുകളിലൂടെ ദൈവവചനം അനേകാര്യങ്ങളിലേക്ക് എത്തുന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. പ്രത്യേകിച്ച് എൻ്റെ പ്രിയ സ്നേഹിതൻ പാസ്റ്റർ മനോജ് എബ്രഹാമിലൂടെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രവർത്തനത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും കർത്തദാസനെയും കുടുംബത്തെയും, പാസ്റ്റർ മനോജ് എബ്രഹാമിനെയും കുടുംബത്തെയും പ്രത്യേകം വന്ദനം ചെയ്യുകയും ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ സഹപ്രവർത്തകരെയും ഞാൻ വന്ദനം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ ഗ്രൂപ്പിൽ എന്നെ പരിചയപ്പെടുത്തിയത് എൻ്റെ ആത്മസ്നേഹിതൻ ബ്രദർ ഷിജു മോൻ പൊൻകുന്നവർ, ആ വാത്സല്യ സഹോദരനെയും ഇത്തരണത്തിൽ വന്ദനം ചെയ്യുകയും വിശേഷാലുള്ള നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്യുക. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിച്ച് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഏതാണ്ട് 30-ന് സമയമാണ് നമുക്ക് ഇന്ന് ഈ വൈകിയ സമയത്ത് വചന ധ്യാനത്തിനു വേണ്ടി നമുക്ക് ദൈവം നൽകി തന്നിരിക്കുന്നത്. അതുകൊണ്ട് വളരെ വേഗം തന്നെ ഒരു ദൈവവചന ധ്യാനത്തിലേക്ക് സമയത്തിൻ്റെ പരിമിതിക്കുള്ളിൽ നമുക്ക് എത്തിച്ചേരേണ്ടതുള്ളതുകൊണ്ട് അധികം മുഖവരകൾ കൂടാതെ ഒരിക്കൽ കൂടെ എല്ലാ പ്രിയപ്പെട്ടവരെയും, വിശേഷാൽ ഈ ലൈവിലൂടെയും അല്ലാതെയും ഒക്കെ എൻ്റെ വാക്കുകൾ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം ഞാനും പ്രാർത്ഥിക്കുകയാണ്. ഈ വൈകുന്നേരത്തെ നമ്മുടെ ധ്യാനത്തിനായി നാം ഒരുമിച്ചൊരു വാക്യം വായിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരും ഒരുപക്ഷെ പുസ്തകം അരികിലുണ്ടെങ്കിൽ, എൻ്റെ ഈ വാക്കുകൾ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ ദയവായി നിങ്ങളുടെ പുസ്തകം യാക്കോബിൻ്റെ ലേഖനത്തിലേക്ക് കൊണ്ടുപോകാം. നമ്മുടെ ശ്രദ്ധയെ യാക്കോബിൻ്റെ ലേഖനത്തിലേക്ക് കൊണ്ടുപോകാം. 1-ാം അധ്യായം, അതിൻ്റെ 1-ാം വാക്യമാണ് ഇന്ന് ഈ വൈകിയ സമയത്ത് നമ്മുടെ ധ്യാനത്തിനായി നാം തിരഞ്ഞെടുക്കുന്നത്. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം. പ്രിയപ്പെട്ടവർ ദയവായി ആ വാക്യം ശ്രദ്ധിക്കും എന്ന് ഞാൻ കരുതുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടെ വന്ദനം ചെയ്യുകയാണ്. പാസ്റ്റർ അനീഷ് വല്ലന, ആ ദൈവദാസൻ, എന്നെ സ്വാഗതം ചെയ്തു. കർത്തദാസനെയും പ്രത്യേകം വന്ദനം ചെയ്യുന്നു. സ്തോത്രം. ആ വാക്യം ഞാൻ വായിക്കട്ടെ. 1-ാം അധ്യായം, അതിൻ്റെ 1-ാം വാക്യം. ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും ദാസനായ യാക്കോബ് എഴുതുന്നത്, ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്കും വന്ദനം. ഒരിക്കൽ കൂടെ ഞാൻ വായിക്കുന്നു. ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും ദാസനായ യാക്കോബ് എഴുതുന്നത്, ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്കും വന്ദനം. പുതിയ നിയമത്തിലെ ലേഖനങ്ങൾക്ക് അന്നും ഇന്നും ഉള്ള നിലവിൽ നിൽക്കുന്ന ഒരെഴുത്ത് കൊത്ത് സംവിധാന രീതിയാണ് ഉള്ളത്. നാം ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു കത്ത് എഴുതുന്നുവെങ്കിൽ പുലർത്തുന്ന ഒരു നിലപാടാണ് ലേഖനങ്ങളിലുടനീളം നമുക്ക് കാണാൻ കഴിയുന്നത്. വിശേഷിച്ചും അപ്പോസ്തലനായ പൗലോസിന്റെ ലേഖനങ്ങളൊക്കെ വായിക്കുമ്പോൾ ആ ലേഖനങ്ങൾക്ക് ഒരു ആമുഖ പ്രസ്താവന ഉണ്ടാവും. അത് ആർക്കെഴുതി എന്നുള്ള ഒരു പ്രസ്താവന ഉണ്ടാവും. നമുക്കറിയാം, ഓരോ സഭകൾക്ക് എഴുതുമ്പോൾ അവിടെയുള്ള വിശുദ്ധന്മാരായ ആളുകളെ വ്യക്തിപരമായി പേരെടുത്ത് പറഞ്ഞ് വന്ദനം ചെയ്യുന്ന ഒരു രീതി അന്നത്തെ കാലത്തെ ഒരു എഴുത്തിൻ്റെ സംവിധാനം ആയിരുന്നു എന്ന് നമുക്കറിയാം.
പതിയെ പതിയെ വിഷയത്തിലേക്ക് കടക്കുകയും അതിൻ്റെ എക്സ്ട്രീം പ്രസൻറ്റേഷൻ ഒക്കെ നടത്തിയതിന് ശേഷം ഏറ്റവും ഒടുവിലായി അത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ എല്ലാവരെയും ഒരിക്കൽ കൂടെ പേരെടുത്ത് പറഞ്ഞ് ആ എഴുത്ത് ചുരുക്കുന്ന ഒരു രീതിയാണ് പൊതുവെ നാം എല്ലാ ലേഖനങ്ങളിലും കാണുന്നത്. അത് പൗലോസിൻ്റേതടക്കം പത്രോസിൻ്റേതടക്കം എല്ലാ എഴുത്തുകളും നമ്മൾ പരിശോധിച്ചാൽ അത്തരത്തിലുള്ളൊരു സംവിധാനം നമുക്ക് കാണാനായിട്ട് കഴിയും. എൻ്റെ ഈ സന്ദേശം ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ദയവായി ഒരു നിമിഷത്തേക്ക് നിങ്ങൾ എൻ്റെ വാക്കുകൾ ശ്രമിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എൻ്റെ ബൈബിൾ സ്കൂൾ അധ്യാപകൻ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോൺസൺ ജോസഫ് അവർകൾ ഈ സന്ദേശം ശ്രമിക്കുന്നതിൽ ഒരുപാട് സന്തോഷം. ഒപ്പം എന്നെ പ്രിയപ്പെട്ട സ്നേഹിതനും കർത്താവിൻ്റെ ദാസനും മുംബൈയിൽ കർത്താവിൻ്റെ വേദിയിലായിരിക്കുന്ന പാസ്റ്റർ തോമസ് മാത്യു ചിറയിൽ അദ്ദേഹം ഈ സന്ദേശം ശ്രമിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ദൈവദാസനെയും വിശേഷാൽ വന്ദനം ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷം. ഞാൻ പറഞ്ഞു വന്നത് അന്നത്തെ കാലഘട്ടത്തിൽ നിലവിൽ നിന്നിരുന്ന ഒരു എഴുത്തുകുത്ത് സമ്പ്രദായ രീതി, ആരെങ്കിലും ഒരാൾ മറ്റൊരാൾക്ക് എഴുതുന്ന എഴുത്തിൻ്റെ രീതിയാണ് ഇത്തരത്തിലുള്ള എല്ലാ ലേഖനങ്ങളും പുലർത്തി വരുന്ന ഒരു രീതി. അതുപോലെ തന്നെ ഒരു ഗ്രീറ്റിംഗ്സ് ആണ് യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യത്തിലുള്ളത്. അതിൽ നിന്നാണ് നമ്മളൊരു ചിന്ത ഇന്ന് ഈ വൈകിയ സമയത്ത് പരിമിതമായ സമയത്തുള്ളിൽ നമ്മൾ കടമെടുക്കാൻ ആഗ്രഹിക്കുന്നത്. യാക്കോബ് എഴുതുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിൻ്റെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും ദാസനായ യാക്കോബ് എഴുതുന്നത് ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്കും വന്ദനം. ആ വാക്യത്തിൻ്റെ ഒരു പദം മാത്രമാണ് നിങ്ങളുടെ ഉള്ളിലേക്ക് ചിന്തയ്ക്കായി ഇന്ന് ഈ വൈകിയ സമയത്ത് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അവിടെ യാക്കോബ് പറയുന്ന വാക്ക് ശ്രദ്ധിക്കൂ: ദൈവത്തിൻ്റെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും ദാസനായ യാക്കോബ്. ദാസനായ യാക്കോബ്, ഡുലോസ് എന്ന ഒരു പദപ്രയോഗമാണ്. വാസ്തവത്തിൽ അടിമ എന്നുവരെ വ്യാഖ്യാനം ചെയ്യാവുന്ന, മൊഴിമാറ്റം ചെയ്യാവുന്ന ഒരു പദപ്രയോഗമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ഡുലോസ്, ദാസൻ എന്ന പ്രയോഗം. പ്രിയപ്പെട്ടവരെ, ആ പ്രയോഗത്തിനകത്ത് നമുക്ക് മനസ്സിലാകുന്ന അന്നത്തെ കാലഘട്ടത്തിൽ അടിമ വ്യവസ്ഥിതി ഏറ്റവും അധികം മൂർധന്യാവസ്ഥയിൽ നിലനിൽക്കുന്ന ഒരു കാലമാണ്. ഒരു അടിമയെക്കുറിച്ചുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു യജമാനന്റെ സ്ഥാപന ജംഗമ വസ്തുക്കളിൽപ്പെട്ട ഒരു വസ്തു മാത്രമായിരുന്നു അടിമ. അവനൊരു സിറ്റിസൺ ആയിരുന്നില്ല, ഒരു പൗരനായിരുന്നില്ല, അവനൊന്നിൻ്റെ മേലും അവകാശമുണ്ടായിരുന്നില്ല. പൊതുചന്തയിൽ വെച്ച് ലേലം വെച്ച് വിളിച്ച് ആരോഗ്യമനുസരിച്ച് പണമനുസരിച്ച് മുതലാളിമാർ അവരെ വിലയ്ക്ക് വാങ്ങും. അവരുടെ പാടത്തും പറമ്പത്തുമൊക്കെ, അവരുടെ ഒലിവിൻ തോട്ടങ്ങളിൽ, അവരുടെ മുന്തിരി തോട്ടങ്ങളിൽ, യവത്തിന്റെ പാടങ്ങളിലൊക്കെ കഠിനാധ്വാനം ചെയ്യാൻ വിധിക്കപ്പെട്ട ആളുകളാണ്. യജമാനു വേണ്ടി ഇത്ര വർഷം സേവിക്കാം എന്ന കരാറിലൂടെ ആഹാരം ലഭിക്കും, പാർപ്പിടം ലഭിക്കും. യജമാനന്റെ ഏതെങ്കിലുമൊക്കെ ഒരു പ്രത്യേക സ്ഥലങ്ങളിലായിരിക്കും അവരെ പാർപ്പിക്കുക. ആ യജമാനൻ തനിക്കുള്ള ഏതെങ്കിലുമൊക്കെ ഉള്ള ഒരു സ്ഥാപന ജംഗമ വസ്തുക്കളിൽപ്പെട്ട ഒരു വസ്തു മാത്രമാണ് അന്നത്തെ കാലഘട്ടത്തിൽ അടിമ. പകരം അദ്ദേഹത്തിനൊന്നും അവകാശപ്പെടാനില്ല. ആ കാലാവധി തീരുന്ന മുറയ്ക്ക് ആ യജമാനന് അദ്ദേഹത്തെ മറിച്ചു വിൽക്കാനായിട്ട് കഴിയും. ആ യജമാനന് അദ്ദേഹത്തെ കൈമാറ്റം ചെയ്യുവാനായിട്ട് കഴിയും. അത്തരത്തിലുള്ള ഒരു സംവിധാന രീതിയായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ നിലവിൽ നിന്നിരുന്നത് എന്ന് ഓർക്കണം. അതുമാത്രമോ, ഒരടിമയുടെ ജീവൻ എടുക്കാൻ പോലും അന്നത്തെ കാലഘട്ടത്തിൽ മുതലാളിമാർക്ക് അവകാശമുണ്ടായിരുന്നു. ആ അടിമയെ എന്ത് ചെയ്താലും ചോദ്യം ചെയ്യാൻ ആരും ഉണ്ടാവില്ല. ആ യജമാനന് എന്ത് വേണമെങ്കിലും, എന്ത് ശിക്ഷാ നടപടികൾ വേണമെങ്കിലും ആ അടിമയുടെ മേൽ ചെയ്യാൻ കഴിയുമായിരുന്നു. അങ്ങനെയുള്ളൊരു വ്യവസ്ഥിതിയുടെ കാലഘട്ടത്തിൽ യാക്കോബ് അപ്പോസ്തലൻ പറയുന്ന പ്രയോഗത്തിന് വളരെ പ്രത്യേകതയുണ്ട്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട വലിയ പ്രധാനപ്പെട്ട ഒരു ചിന്ത എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവർ എൻ്റെ കൂടെ ഉണ്ട് എന്ന് ഞാൻ ധരിക്കുകയാണ്. അന്നത്തെ കാലത്തിൽ അടിമകൾക്ക് ഒന്നും ചോദിക്കാനില്ല, അവകാശപ്പെടാനില്ല. ചരിത്രകാരനായിരിക്കുന്ന പ്ലീനി എന്ന ചരിത്രകാരൻ, അദ്ദേഹം ഒരു അടിമയുടെ ദുരന്തം സംബന്ധിച്ച് എഴുതിയിരിക്കുന്ന തന്റെ ചരിത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സംഭവമുണ്ട്. ഒരിക്കൽ ഒരു അടിമ തന്റെ യജമാനൻ ഒരു പളുങ്ക് പാത്രത്തിൽ ദാഹജലയുമായി പോകുമ്പോൾ ആ അടിമയുടെ പക്കൽ നിന്ന് വഴുതി അറിയാതെ ആ പളുങ്ക് പാത്രം താഴെ വീണുടഞ്ഞു അത്രേ.
ആ പളുങ്കു പാത്രം ഉടഞ്ഞു പോയതിൽ കോപാക്രാന്തനായ ഈ യജമാനൻ എന്താ ചെയ്തത്? പരസ്യമായി കൊണ്ടുവന്ന എല്ലാ അടിമകളുടെയും മുമ്പിൽ നിർത്തി ആ അടിമയെ ശാരീരികമായി കണക്കറ്റ് പ്രഹരിച്ചു, ചാട്ട കൊണ്ട് അടിച്ചു വശായതിനു ശേഷം തളർന്നു കിടക്കുന്ന ആ അടിമയോട് ഒരു ദയവുമില്ലാതെ, തന്റെ കോപം അരിശം തീരാതെ ആ മനുഷ്യൻ ചെയ്തത് ഒരു തടിയുടെ മുകളിലേക്ക് കമഴ്ത്തി കിടത്തിയിട്ട് കോഴിക്കടയിൽ കോഴിയുടെ ഇറച്ചി അരിയുന്നത് പോലെ ആ അടിമയുടെ ശരീരം ചെറിയ ചെറിയ കഷണങ്ങളാക്കി നുറുക്കിയതിനു ശേഷം താൻ കുളത്തിൽ വളർത്തുന്ന മുതലകൾക്ക് എറിഞ്ഞുകൊടുത്തു എന്നാണ് പ്ലീനി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത്രയ്ക്ക് അടിമകളോട് ഐക്യം പുലർത്തിയിരുന്ന, അത്രയ്ക്ക് അടിമകളോട് വളരെയധികം മോശമായ നിലപാടുകളും ആശയവും ഒക്കെ സ്വീകരിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ നിയമവിധേയമാക്കപ്പെട്ട ഇത്തരത്തിലുള്ള അടിമ വ്യവസ്ഥിതികളുടെ ഇടയിൽ ഒരാൾ അടിമ എന്ന് പറയാൻ എപ്പോഴും ഭയമുണ്ടായിരുന്നു. അത്തരമൊരു സാഹചര്യത്തിലാണ് യാക്കോബ് അപ്പോസ്തലന്റെ പ്രസന്റേഷൻ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം പറയുകയാണ്, ഞാൻ ദൈവത്തിന്റെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെയും ദാസനാണ്. കാലിക പ്രസക്തമായി ഇന്നുള്ള സുവിശേഷകന്മാർ, ശുശ്രൂഷകന്മാർ, വിശ്വാസികളടക്കം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ആത്മിക സന്ദേശം അതിനകത്തുണ്ട്. പ്രിയരെ, ഇന്ന് വലിയ വലിയ ഡോക്ടർമാരാകാൻ, റവറൻഡുമാരാകാൻ, ശുശ്രൂഷകന്മാരാകാൻ, പാസ്റ്റർമാരാകാൻ ഒക്കെ മത്സരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആ പദപ്രയോഗത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അവിടെ യാക്കോബ് പറയുന്നത്, ഞാൻ യേശുവിന്റെ ദാസനാണ്, ദൈവത്തിന്റെ ദാസനാണ്, ഒരു അടിമയാണ്. പൗലോസ് പോലും ആ ഒരു നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. പൗലോസ് പറയുന്ന ഒരു പ്രയോഗമുണ്ട്, ആരും എനിക്കിനി പ്രയാസം വരുത്തരുത്. അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നത്രേ. ഒരാൾക്ക്, ഒരു അടിമയ്ക്ക്, ഒരു യജമാനനെ എത്രയും കാലം വേണമെങ്കിലും സേവിക്കാം. അദ്ദേഹത്തിന്റെ കാലാവധി പൂർത്തിയാകുമ്പോൾ, ഉദാഹരണത്തിന് 5 വർഷം ഒരാളിന്റെ അടിമയായിരിക്കുന്നു എന്ന് വിചാരിക്കൂ. അങ്ങനെയുള്ളപ്പോൾ ആ 5 വർഷം പൂർത്തിയായി കഴിയുമ്പോൾ അദ്ദേഹത്തെ കൊണ്ടുവന്ന് പൊതുസ്ഥലത്ത് ചന്തയിൽ വെച്ച് വിൽക്കാനായിട്ട് ശ്രമിക്കും. അങ്ങനെ വിൽക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ആ അടിമയ്ക്ക് ഈ യജമാനൻ നല്ലവനെന്ന് തോന്നിയാൽ അദ്ദേഹത്തിന് വീണ്ടും ഇദ്ദേഹത്തോടൊപ്പം ജീവിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അങ്ങനെ ഒരു യജമാനൻ ആ അടിമയെ സ്വന്തമാക്കുമ്പോൾ അത് അവന്റെ തീരുമാനമാണ്. അദ്ദേഹം പറയുന്നു, ഞാൻ ഇനി അങ്ങേ വിട്ട് പോകാൻ താല്പര്യപ്പെടുന്നില്ല, ഞാൻ അങ്ങയോടൊപ്പം ജീവിപ്പാനാണ് ഇഷ്ടപ്പെടുന്നത്, അതുകൊണ്ട് എനിക്ക് ആയുഷ്കാലം അങ്ങയുടെ സേവകനാകാനാണ് ഇഷ്ടം. ഇസ്രായേലിലേക്ക് അവർക്ക് നിയമം ഉണ്ടായിരുന്നു, അത്തരത്തിൽ തീരുമാനമെടുക്കുന്ന അടിമയുടെ കാത് കട്ടളയോട് ചേർത്ത് നിർത്തി തുളയ്ക്കണം. എന്നാൽ പ്രാകൃതമായ മറ്റൊരു രീതിയായിരുന്നു അന്നത്തെ റോമൻ നിയമം അനുസരിച്ചുണ്ടായിരുന്നത്. അത്തരത്തിലുള്ള അടിമകളെ കൊണ്ടുവന്ന് അവരെ കുനിച്ചു നിർത്തിയതിനു ശേഷം ഒരുതരം ഇരുമ്പ് കമ്പി പഴിപ്പിച്ച് T എന്നോ X എന്നോ ഉള്ള അടയാളം അവരുടെ പുറത്ത് ചാപ്പ കുത്തുന്ന ഒരു രീതി അന്നത്തെ കാലത്തുണ്ടായിരുന്നു. അപ്പോൾ പുറത്ത് ഈ ഇരുമ്പ് പഴിപ്പിച്ച X എന്നോ T എന്നോ ഉള്ള അടയാളമുള്ള ഒരു അടിമയെ കണ്ടാൽ അതിന്റെ അർത്ഥം അവൻ ഏതോ ഒരു മുതലാളിയുടെ ആയുഷ്കാല സേവകനാണെന്നാണ്. പൗലോസ് പറയുന്ന ഒരു വാക്യം ഇവിടെ നിങ്ങളുടെ ഉള്ളിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. ആരും എനിക്ക് പ്രയാസം വരുത്തരുത്, ഞാൻ യേശുവിന്റെ ചൂടടയാളം എന്റെ ശരീരത്തിൽ വഹിക്കുന്നു. പ്രിയരെ, ഏതാണ്ട് ഇതേ ആശയം ഉൾക്കൊള്ളുന്ന ഒരു ചിന്തയാണ് പൗലോസ് അവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംവിധാനം നിലവിൽ നിൽക്കുന്ന കാലഘട്ടത്തിൽ അടിമ എന്ന പ്രയോഗത്തിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്, ഒരുപാട് വ്യാപ്തിയുണ്ട് ആ ആശയത്തിന്. പൗലോസിന്റെ ചിന്തയോട് ചേർന്ന് തന്നെ ഇവിടെ യാക്കോബ് അവതരിപ്പിക്കുന്ന ചിന്ത ശ്രദ്ധിക്കൂ. യാക്കോബ് പറയുന്നു, ഞാൻ യേശു ക്രിസ്തുവിന്റെ ദാസനാണ്. ഐ ആം ദ സ്ലേവ്, ഐ ആം ദ ഡൂലോസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിന്റെ ദാസനായ യാക്കോബ്. എന്താണ് യാക്കോബ് അത്തരത്തിലുള്ളൊരു ചിന്ത പറയാനുള്ള കാര്യം? വാസ്തവത്തിൽ പ്രിയരെ, അങ്ങനെ അന്നത്തെ കാലഘട്ടത്തിൽ യാക്കോബ് പറയുന്ന പദത്തിന് ഒരുപാട് പ്രസക്തിയുണ്ട്. പ്രത്യേകിച്ച് യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രസക്തിയുണ്ട്. എന്താണ് കാര്യം? ഈ യാക്കോബിനെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ യാക്കോബിനെ അഭിമാനത്തോടെ പറയാൻ, അല്ലെങ്കിൽ ഈ ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്കും വന്ദനം ചെയ്യുമ്പോൾ, അവരെയൊക്കെ അഡ്രസ് ചെയ്യുമ്പോൾ എടുത്തു പറയാൻ കഴിയുന്ന 3-4 പ്രത്യേകതകളുള്ള ഒരു മനുഷ്യനായിരുന്നു. നമുക്കറിയാം, ഈ ഫേസ്ബുക്ക് ലൈവിലൂടെ ഒക്കെ ശുശ്രൂഷകൾക്ക് വേണ്ടി ഓരോരുത്തർ വിളിക്കുമ്പോൾ എന്നോട് ചോദിക്കാറുണ്ട്, സാറിന്റെ ശുശ്രൂഷകളുടെ രീതികൾ എന്തൊക്കെയാണെന്ന് പറയണം, സാറിനെ എങ്ങനെ സംബോധന ചെയ്യണം. ചില ആളുകളൊക്കെ റവറൻഡ് എന്ന് വെക്കാറുണ്ട്, ചിലർ പാസ്റ്റർ എന്ന് വെക്കാറുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടം സുവിശേഷകൻ എന്നറിയപ്പെടാനാണ്. ഞാൻ പലപ്പോഴും ഇവാഞ്ചലിസ്റ്റ് എന്നാണ് വെക്കാൻ ആഗ്രഹിക്കാറ്. പക്ഷേ ചില ആളുകളെങ്കിലും ഒക്കെ പാസ്റ്റർ എന്നോ ഒക്കെ വെക്കാറുണ്ട്. ഞാൻ അതിനോടൊന്നും പറയാറില്ല. എങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടം സുവിശേഷകൻ എന്ന് അറിയപ്പെടാനാണ്.
പക്ഷേ അന്നത്തെ കാലഘട്ടത്തിൽ യാക്കോബിന് എടുത്തു പറയാൻ കഴിയുന്ന ഒരുപാട് ക്വാളിറ്റികൾ ഉള്ളൊരു മനുഷ്യനായിരുന്നു. അല്ലെങ്കിൽ എടുത്തു പറയാൻ ഒന്നുമില്ലാഞ്ഞിട്ടല്ല യാക്കോബ് അടിമ എന്ന പ്രയോഗം നടത്തുന്നത് എന്ന് ദൈവമക്കൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. യാക്കോബിന് അന്ന് എടുത്തു പറയാനൊന്നുമില്ലായിരുന്നു. നമുക്കൊന്ന് ചിന്തിക്കാം. 2-3 ആശയങ്ങൾ ഞാൻ വേഗം പറയുവാനായിട്ട് ശ്രമിക്കാം. യാക്കോബ് പറയുന്ന ഒന്നാമത്തെ ചിന്ത, യാക്കോബ് ഈ അടിമ എന്ന പ്രയോഗം പറയുമ്പോൾ, അല്ലെ അടിമ എന്ന് എടുത്തു പറയുമ്പോൾ, അന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഈ പദപ്രയോഗത്തിൽ ഒരുപാട് ആശയങ്ങളും അർത്ഥങ്ങളും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ നല്ലതെന്ന് പറയാൻ കഴിയുന്ന ഒരു തരത്തിൽ അപമാനമാണ്, ഒരു തരത്തിൽ ആക്ഷേപമാണ്, ഒരർത്ഥത്തിൽ നിന്ദാസൂചകമാണ് അടിമ എന്ന പ്രയോഗം. ആർക്കും അംഗീകരിക്കാൻ കഴിയാത്ത, ആരും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു പദപ്രയോഗമാണ് ഈ അടിമ എന്ന പ്രയോഗം. പക്ഷേ യാക്കോബ് അതൊരു അലങ്കാരം പോലെ, ഒരു അഭിമാനം പോലെ എടുത്തു പറയുന്നു എന്ന് എൻ്റെ വാക്കുകൾ കേൾക്കുന്ന ദൈവമക്കൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മളൊരു കള്ളനെന്നോ ഒരു നീചനെന്നോ ഒക്കെ പറയുമ്പോൾ അതിനകത്തുണ്ടാകുന്ന ലജ്ജ പോലെ അന്നത്തെ കാലഘട്ടത്തിൽ അയാൾ അടിമയാണ് എന്ന് പറയുമ്പോൾ എന്തൊരു നിന്ദാസൂചകമായിരുന്നു എന്നറിയാമോ? അത്തരത്തിലുള്ള നിന്ദാസൂചകമായ പദപ്രയോഗം യാക്കോബ് ഒരു അവാർഡ് പോലെ സ്വയം പറയുകയാണ്, സ്വയം അഭിമാനിക്കുകയാണ്. ചില ആളുകൾക്ക് ഈ എന്താ പറയുന്നത്, ചില ജോലികളൊക്കെ പുറത്തു പറയാൻ അപമാനമുള്ള ആളുകളുണ്ട്. ഒരു തൂപ്പ് ജോലിയോ അല്ലെങ്കിൽ താഴേക്കടയിലുള്ള ഏതെങ്കിലുമൊക്കെ ഒരു ജോലിയോ പുറത്തു പറയാൻ ദുരഭിമാനമുള്ള ആളുകളുണ്ട്. ഒരർത്ഥത്തിൽ അതിനേക്കാളൊക്കെ എത്ര നീചമായ ഒരു പ്രയോഗമാണ് ഇതെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. എങ്കിലേ ആ ആശയത്തിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയൂ. ശ്രദ്ധിക്കൂ, അതീവ ഗൗരവമായി അന്നത്തെ കാലഘട്ടത്തിലെ ആളുകൾ ഏറ്റവും അധികം നിന്ദാസൂചകമായിട്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാളെ, ഒരടിമയെ ഏറ്റവും അധികം അപരിഷ്കൃതനായി കണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ യാക്കോബ് അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ യേശുവിന്റെ ദാസനാണ്. യാക്കോബിന് മറ്റൊന്നും പറയാൻ ഇല്ലേ? യാക്കോബിനെ പ്രശംസിപ്പാൻ മറ്റൊന്നും ഇല്ലേ? ഉണ്ട്. ധാരാളം കാര്യങ്ങൾ യാക്കോബിന് അവിടെ പ്രശംസിപ്പാൻ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ 2-3 കാര്യങ്ങൾ എടുത്തു പറയാം. ഒന്ന്, യാക്കോബ് അടിമ എന്ന് സ്വയം സംബോധന ചെയ്യുമ്പോൾ തന്നെ യാക്കോബിനെ അന്ന് സ്വയം അടിമ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ തന്നെ യാക്കോബ് യേശുവിന്റെ സഹോദരനായിരുന്നു എന്ന് നാം അറിയേണ്ടതായിട്ടുണ്ട്. യാക്കോബ് യേശുവിന്റെ അർദ്ധ സഹോദരനായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, യേശു ജോസഫ് മറിയ ദമ്പതികളിലുള്ള ഒരു മകൻ അല്ല. പകരം മറിയയിൽ പരിശുദ്ധാത്മാവിനാൽ ഉളവായതാണ് യേശു എന്ന് നമുക്കറിയാം. എന്നാൽ അതിനുശേഷം ജോസഫ് മറിയ ദമ്പതികളിൽ യേശുവിന് മക്കളുണ്ടായിരുന്നു. അങ്ങനെ മക്കളില്ല എന്ന് വാദിക്കുന്ന ആളുകളുണ്ട്, അങ്ങനെ പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ജോസഫ് മറിയ ദമ്പതികളിൽ യേശുവിന് പിന്നീട് മക്കളുണ്ടായി. ഏതാണ്ട് 4 സഹോദരന്മാരെ കുറിച്ചാണ് പുസ്തകം പറയുന്നത്. യാക്കോബ്, യോസെ, യൂദ, ശിമോൻ. ഈ 4 സഹോദരന്മാർ യേശുവിനുണ്ടായിരുന്നു. ഒപ്പം കുറഞ്ഞത് 2 സഹോദരിമാരും യേശുവിനുണ്ടായിരുന്നത്രേ. അതാണ് പറയുന്നത്, അവന്റെ സഹോദരിമാരും നമ്മോടൊപ്പം ഇല്ലയോ എന്ന് പറയുന്ന പ്രയോഗത്തോടെ കുറഞ്ഞത് 2 സഹോദരിമാരടക്കം 6 പേരടങ്ങുന്ന ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു. അങ്ങനെയെങ്കിൽ യാക്കോബ് എന്നത് യേശുവിന്റെ അർദ്ധ സഹോദരനായിരുന്നു. പ്രിയരെ ശ്രദ്ധിക്കൂ, യേശുവിന്റെ സ്വന്തം സഹോദരൻ, യേശുവിന്റെ ഓൺ ബ്രദർ അല്ലെങ്കിൽ അർദ്ധ സഹോദരൻ, ഒരുമിച്ച് കളിച്ചു വളർന്ന, ഒരു വീട്ടിൽ വളർന്ന, ഒരുമിച്ച് സന്തോഷം പങ്കിട്ട, ഒരുമിച്ച് ദുഃഖങ്ങൾ പങ്കുവെച്ച ആ കുടുംബത്തിലെ ഒരു അവകാശി കൂടിയായിരുന്നു യാക്കോബ്. പക്ഷേ യേശു താൻ പരസ്യ ശുശ്രൂഷയിൽ ദൈവമെന്ന് അവകാശപ്പെട്ട് ഈ ശുശ്രൂഷകൾ ചെയ്യുമ്പോഴെങ്ങും യാക്കോബും അവന്റെ സഹോദരന്മാരാരും തന്നെ വിശ്വാസത്തിൽ വന്നിരുന്നില്ല. ആരും യേശുവിനെ അംഗീകരിച്ചിരുന്നില്ല. അന്നത്തെ പരീശബന്ധം മുൻവിധിയോടെ തള്ളിക്കളഞ്ഞ കൂട്ടത്തിൽ വാസ്തവത്തിൽ ഈ യാക്കോബും അല്ലെങ്കിൽ ഈ സഹോദരന്മാരുമെല്ലാം യേശുവിനെ തള്ളിപ്പറഞ്ഞവരാണ്. പക്ഷേ ഉയർത്ത ശേഷം ആണിപ്പഴുതേറ്റ കരവുമായി, വിലാവിലെ മുറിയുമായി, തലയിലുള്ള മുൾക്കിരീട ധാരണത്തിന്റെ മുറിവുകളുമൊക്കെയായി യേശു 100 കണക്കിന് ആളുകൾക്ക് പ്രത്യക്ഷമായ കൂട്ടത്തിൽ അടച്ചിട്ട മുറിയിൽ തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായതുപോലെ, ആ 100 കണക്കിന് ആളുകൾക്ക് പ്രത്യക്ഷമായതുപോലെ യാക്കോബിന്റെയും തന്റെ മറ്റു സഹോദരങ്ങളുടെയും മുമ്പിൽ യേശു പ്രത്യക്ഷമായി. പ്രിയരെ, ആ ഒരു ദർശനമാണ് യാക്കോബ് അപ്പോസ്തലനെ കർത്താവിന് വേണ്ടി ജീവിക്കാൻ പ്രേരിപ്പിച്ച ഘടകം. അപ്പോൾ
സ്വന്തം സഹോദരനായിരുന്ന യാക്കോബ്. താൻ തനിക്ക് ലജ്ജയുണ്ടായിട്ടൊന്നുമല്ല ഞാൻ യേശുവിന്റെ സഹോദരനാണെന്ന് പറയാൻ നിന്നയോ ആക്ഷേപമോ ഉണ്ടായിട്ടല്ല. പകരം സഹോദരൻ എന്ന് പറയുന്നത് അഭിമാനമായിരിക്കെ താൻ ക്രിസ്തു നിമിത്തം ഒരു അപമാനം സ്വീകരിക്കാൻ തയ്യാറായി. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മളൊക്കെ ആയിരുന്നു അങ്ങനെ ഒരു ബന്ധത്തിലെങ്കിൽ യേശുവുമായിട്ടുള്ള ബന്ധം തെളിയിക്കാൻ തന്നെ നമ്മളൊരു 5 പുസ്തകം എഴുതിയേനെ, കുടുംബ തായ് വഴികൾ മുഴുവൻ തെളിയിക്കാൻ. പക്ഷേ യേശുവിനെ കുറിച്ച് ഉള്ള ബന്ധത്തിനകത്ത് അഭിമാനമുണ്ടെങ്കിലും പരസ്യമായി വിശ്വാസികളോട് സംബോധന ചെയ്യുമ്പോൾ യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത് ഞാൻ യേശുവിൻ്റെ ദാസനാണ്. എനിക്ക് മുമ്പിൽ ഏതാണ്ട് 10 മിനിറ്റ് കൂടെ ശേഷിക്കുന്നുണ്ട്. എന്റെ സന്ദേശം അതിവേഗം എനിക്ക് ചുരുക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തെ ചിന്ത, ഒരു സഹോദരനായിരിക്കെ, യേശുവിന്റെ സഹോദരനായിരിക്കെ യാക്കോബ് പറയുകയാണ് ഞാൻ യേശുവിൻ്റെ ദാസനാണ്. രണ്ടാമത്തെ ചിന്ത, അന്നത്തെ ജെറുസലേം കൗൺസിലിൽ ഏറ്റവും അധികം സ്വാധീനമുണ്ടായിരുന്ന, സഭയിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉടലെടുക്കുമ്പോൾ, സഭകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉള്ളതെടുക്കുമ്പോൾ, അന്നത്തെ നിയമസംബന്ധിയായ കാര്യങ്ങളിൽ, സഭയുടെ ഉപദേശം സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ തീർപ്പ് കൽപ്പിക്കുന്ന അതിപ്രധാനപ്പെട്ട ആളുകളിൽ ഒരാളായിരുന്നു യാക്കോബ്. സഭയുടെ എണ്ണപ്പെട്ട തൂണുകളിൽ ഒരുവനായിരുന്നു യാക്കോബ് എന്ന് നമുക്കറിയാം. അത്തരത്തിൽ അതിപ്രധാനപ്പെട്ട പദവിയിലിരുന്ന ജെറുസലേം കൗൺസിലിന്റെ, സഭയുടെ എല്ലാ ആധികാരികമായ അന്ന് നിലവിൽ നിന്നിരുന്ന എല്ലാ സഭകളുടെയും ആധികാരികമായ പ്രശ്നങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്ന എണ്ണപ്പെട്ട തൂണുകളിൽ ഒരുവനായിരുന്നു ഈ യാക്കോബ്. പക്ഷേ യാക്കോബ് അത് ഈ പുസ്തകത്തിന്റെ 5 അധ്യായങ്ങളിൽ പരാമർശിക്കുന്നേയില്ല. ഒരു ദാസൻ എന്ന നിലയിൽ വളരെ ആധികാരികമായി പറയുകയാണ് ഞാൻ യേശുവിൻ്റെ ദാസനാണ്. വേണമെങ്കിൽ താൻ ജെറുസലേം കൗൺസിലിന്റെ പ്രധാനപ്പെട്ട ആളെന്ന് പരിചയപ്പെടുത്തിയാൽ കുറച്ചുകൂടി ആധികാരികത ഉണ്ടാവും. പക്ഷേ യേശു നിമിത്തം ഞാൻ യേശുവിൻ്റെ ദാസൻ എന്ന് പറയാൻ, ഞാൻ യേശുവിൻ്റെ അടിമയെന്ന് പറയാൻ, ഞാൻ യേശുവിൻ്റെ ഒരു സ്ലേവാണെന്ന് പറയാൻ ഈ യാക്കോബിന് ഒരു മടിയും ഉണ്ടായില്ല എന്ന് ഓർക്കുമ്പോൾ ഈ കാലഘട്ടത്തിലുള്ള നമ്മോട് എത്രയധികം ഗൗരവമായി ഈ സന്ദേശം ഇടപെടേണ്ടതായിട്ടുണ്ട്. മൂന്നാമത്തെ ചിന്ത കേൾക്കൂ. 1, യാക്കോബ് യേശുവിന്റെ അർത്ഥ സഹോദരനായിരുന്നു. 2, യാക്കോബ് സഭയുടെ എണ്ണപ്പെട്ട തൂണുകളിൽ ഒരുവനായിരുന്നു. മൂന്നാമത്തെ ചിന്ത ശ്രദ്ധിക്കണം. യാക്കോബ് അറിയപ്പെട്ടിരുന്നത്, അന്നുണ്ടായിരുന്ന വിശ്വാസികളുടെ ഇടയിൽ യാക്കോബ് അറിയപ്പെട്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട പേരുണ്ട്. യാക്കോബ് ഒരു തികഞ്ഞ പ്രാർത്ഥന മനുഷ്യനായിട്ടായിരുന്നു അന്നത്തെ വിശ്വാസികളുടെ ഇടയിൽ അറിയപ്പെട്ടത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അന്ന് നിലവിൽ നിന്നിരുന്ന എല്ലാ സഭയിലുള്ള വിശ്വാസികളുടെ മുൻപിൽ യാക്കോബിനെ അറിയപ്പെട്ടത് പ്രാർത്ഥനാ മനുഷ്യനെന്നാണ്. എന്ന് പറഞ്ഞാൽ സഭയുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും, യേശുവിന്റെ സഹോദരനായിരിക്കുമ്പോഴും, എല്ലാ പദവികളും കയ്യിലുള്ളപ്പോഴും പ്രാർത്ഥനാ ജീവിതത്തിന് ഒരിക്കലും മുടക്കം വരാത്ത ഒരു അഭിഷക്തനായിരുന്നു യാക്കോബ് അപ്പോസ്തലൻ. യാക്കോബിനെ കുറിച്ച് ചരിത്രം പറയുന്നത് യാക്കോബിന്റെ കാലിന്റെ മുട്ടുകൾ കുതിരയുടെയും ഒട്ടകത്തിന്റെയും കഴുതയുടെയും ഒക്കെ മുട്ടുകൾ പോലെ തഴമ്പ് പിടിച്ച് ഒരു പാറയ്ക്ക് സമാനമായി തഴമ്പ് കൊണ്ട് നിറഞ്ഞ ഒരു കാലായിരുന്നു അത്രേ യാക്കോബ് അപ്പോസ്തലന്റെ കാലുകൾ. അത്രയ്ക്ക് മുഴങ്കാല് മടക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും നിയോഗം പ്രാപിക്കുകയും ചെയ്തിരുന്ന ഒരു അഭിഷക്തനായിരുന്നു യാക്കോബ് അപ്പോസ്തലൻ എന്ന് ഓർക്കേണ്ടതായിട്ടുണ്ട്. വാസ്തവത്തിൽ സമൂഹമൊക്കെ ആ ഒരു ഐഡന്റിറ്റിയിൽ പ്രാർത്ഥനാ മനുഷ്യൻ എന്ന നിലയിൽ അറിയപ്പെടുമ്പോൾ വാസ്തവത്തിൽ താൻ എത്രയധികം സന്തോഷത്തോടുകൂടെ ആ അപരനാമം വേണമെങ്കിൽ തനിക്ക് ഉപയോഗിക്കാൻ കഴിയും. തൂലിക നാമങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അത്തരത്തിലുള്ള തൂലിക നാമങ്ങൾ ഉപയോഗിക്കാനായിട്ട് വേണമെങ്കിൽ ഈ യാക്കോബ് അപ്പോസ്തലന് കഴിയുമായിരുന്നു. ആ അപരനാമം ജനത്തിന്റെ ഇടയിൽ സ്വീകാര്യവും അംഗീകാരവുമായിരിക്കെ വേണമെങ്കിൽ ഒരുപക്ഷെ യാക്കോബിനത് ഉപയോഗിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ യാക്കോബ് അപ്പോസ്തലൻ സ്വയം വിശേഷിപ്പിക്കുന്നത് ഞാൻ യേശുവിൻ്റെ അടിമ എന്നാണ്, ഞാൻ യേശുവിൻ്റെ ദാസൻ എന്നാണ്.
എൻ്റെ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഇതിനകത്ത് വിശ്വാസികളായിട്ടുള്ള ആളുകളുണ്ട്, സുവിശേഷകന്മാരായ ആളുകളുണ്ട്, ശുശ്രൂഷകന്മാരായ ആളുകളുണ്ട്, കർത്തൃവേലയിൽ തുടക്കക്കാരായിട്ടുള്ള ആളുകൾ ഉണ്ടാവാം. ആത്മീയ ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ട, നാം പുലർത്തേണ്ട ഒരുപാട് ധാർമ്മികതയുടെ ഒരു നിലപാടാണ് യാക്കോബ് അപ്പോസ്തലന്റെ പ്രശ്നം. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മെ സംബോധന ചെയ്യേണ്ട മാന്യമായ പദപ്രയോഗങ്ങൾ സംബോധന ചെയ്തില്ല എങ്കിൽ നമ്മുടെ മനോഭാവങ്ങൾ തന്നെ മാറിപ്പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഞാനൊരു സ്പിരിച്വൽ മെന്ററെ പോലെ കരുതുന്ന എനിക്ക് പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട നമുക്കൊക്കെ സുപരിചിതനായ കാനമച്ചൻ, റവറൻഡ് P.I. എബ്രഹാം കാനമച്ചൻ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട ആ അഭിഷിക്തനായ മനുഷ്യൻ, അദ്ദേഹം ഒരിക്കൽ എൻ്റെ ഓഫീസിൽ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. സാറേ, ആരോ ഒരാൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന് പരാതിപ്പെട്ടത്രേ. അദ്ദേഹത്തിന് പരാതി ഇങ്ങനെയായിരുന്നു: അച്ചോ, എന്നെ യോഗത്തിന് ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചപ്പോൾ എന്നെ പാസ്റ്റർ എന്ന് സംബോധന ചെയ്തില്ല, പകരം ബ്രദർ എന്നാണ് സംബോധന ചെയ്തത്. കാനവച്ചൻ പുഞ്ചിരിച്ചത്രേ. എന്നിട്ട് അദ്ദേഹത്തോട് ഇങ്ങനെ മറുപടി പറഞ്ഞു എന്നാണ് അച്ഛൻ എന്നോട് പറഞ്ഞത്. വളരെ രസകരമായി എല്ലാത്തിനോടും പ്രതികരിക്കുന്ന നർമ്മമായ മനോഭാവമുള്ള നല്ല രസികമായ മറുപടി പറയുന്ന ഒരാളാണ് കാനവച്ചൻ. നമുക്കൊക്കെ അറിയാം അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ രീതികൾ. നന്നായി നർമ്മം ആസ്വദിക്കുന്ന ആ അഭിഷിക്തനായ മനുഷ്യൻ ആ ശുശ്രൂഷകനോട് ഇങ്ങനെ പറഞ്ഞെന്ന് ആണ് എന്നോട് പറഞ്ഞത്: എന്നെ ഇപ്പോൾ പാസ്റ്ററെ ബ്രദർ എന്ന് പറയുന്നതിന് പകരം ഇനി സിസ്റ്റർ എന്ന് വിളിച്ചാലും എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ചുരുക്കത്തിൽ അതൊരു ആറ്റിറ്റ്യൂഡാണ്. നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ആകാൻ, എവിടെയെങ്കിലുമൊക്കെ എത്തിച്ചെന്ന് നിൽക്കാൻ, ആരെയെങ്കിലുമൊക്കെ പോലെ എന്തെങ്കിലുമൊക്കെ ആകാൻ നമ്മൾ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായി നാം അറിഞ്ഞോ അറിയാതെയോ നാം നമുക്കുള്ള നിലവാരത്തിൽ നിന്ന് ഒരുപാട് താഴേക്ക് പോകാറുണ്ട്. പക്ഷേ പ്രിയപ്പെട്ടവർ, തിരിച്ചറിയുക, നമ്മുടെ ആത്മീയ ജീവിതം മഹത്വപൂർണ്ണമുള്ളതായി മാറാൻ എപ്പോഴും യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ എപ്പോഴും ഉയർന്നു നിൽക്കുന്നതിനേക്കാൾ ദാസ്യത്വമുള്ള മനോഭാവമാണ് നമുക്ക് നല്ലത്. ക്രിസ്തുവിന്റെ താഴ്മ ധരിക്കുന്ന, ക്രിസ്തുവിലുള്ള താഴ്മ ധരിച്ച നല്ല ദൈവമക്കളായി തീരാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, യാക്കോബ് അപ്പോസ്തലൻ പറയുന്ന വാക്ക് ഒരിക്കൽ കൂടെ ശ്രദ്ധിക്കൂ: ദൈവത്തിൻ്റെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും ദാസനായ യാക്കോബ്. വിശേഷിപ്പിക്കാൻ നിരവധി സ്ഥാനമാനങ്ങളും പദവികളും പദങ്ങളും ഒക്കെ ഉണ്ടായിരിക്കെ അദ്ദേഹം സ്വയം അഭിമാനിച്ചു: ഞാൻ യേശുവിൻ്റെ ദാസനാണ്. എൻ്റെ ഈ സന്ദേശം കേൾക്കുന്ന എനിക്ക് ഈ ഗ്രൂപ്പിന്റെ പേര് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അംബാസഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ അംബാസഡേഴ്സ് ആകുന്ന അഭിഷക്തന്മാരായ ഈ ഗ്രൂപ്പിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരോടും എൻ്റെ സന്ദേശം: നമുക്ക് ദൈവസന്നിധിയിൽ വിനയപ്പെടാം, നമുക്ക് താഴാം. ഒരുപക്ഷെ ഒരു വാസന വെക്കുന്ന തെറ്റെന്നുള്ള ഒരു ആശയമൊന്നുമല്ല ഞാൻ പറയുന്നത്. ഒരു ശുശ്രൂഷകൻ ഒരു നല്ല നിലയിൽ അറിയപ്പെടുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ നാം വ്യക്തിപരമായി അറിയപ്പെടേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ക്രിസ്തു നിമിത്തം എളിമത്വത്തിൻ്റെയും താഴ്മയുടെയും വിനയത്തിൻ്റെയും രൂപങ്ങളായി നാം സമൂഹത്തിൽ മാറുന്നുവെങ്കിൽ നാം ക്രിസ്തുവിൻ്റെ പത്രങ്ങളായി സമൂഹം അറിയപ്പെടും എന്നുള്ളതിന് രണ്ട് തർക്കമില്ല. നമുക്കാകാം യേശുവിനെ പോലെ, അല്ല യേശുവിൻ്റെ ദാസനായി പൗലോസിനെ പോലെ, യാക്കോബിനെ പോലെ ഒരു അടിമ കണക്കെ ഒരു വിധേയത്വമുള്ള ക്രിസ്തീയ ജീവിതം നയിപ്പാൻ സർവകൃപാലുവായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഈ അനുഗ്രഹിക്കപ്പെട്ട ഗ്രൂപ്പിൽ ദൈവവചനം ശുശ്രൂഷിപ്പാൻ എനിക്ക് അവസരം വേർതിരിച്ചു തന്ന ചെറുകാലങ്ങളായുള്ള എൻ്റെ പ്രിയ സ്നേഹിതൻ പാസ്റ്റർ മനോജ് എബ്രഹാം അവരോടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടും, വിശേഷിച്ച് ഈ ഗ്രൂപ്പിൽ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത എൻ്റെ പ്രിയ സഹോദരൻ ബ്രദർ ഷിജുമോനോടുള്ള പ്രത്യേകം നന്ദി വന്ദനം അറിയിക്കുന്നു. കേട്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്നാത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് യേശുവിൻ്റെ ദാസനാകാൻ ശ്രമിക്കാം എന്ന സന്ദേശത്തോടെ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.